കോൺഗ്രസ് പുനഃസംഘടന ലക്ഷ്യമിട്ട് നേതാക്കൾക്ക് മാർക്കിടൽ നടക്കുകയാണ്. പല നേതാക്കളുടെയും പ്രവർത്തനം മോശമാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് നേതാക്കൾക്ക് മാർക്കിടുന്നത്. KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവരെ വിളിച്ചു വരുത്തിയാണ് ഈ മാർക്കിടൽ. ബഹുഭൂരിപക്ഷം DCC പ്രസിഡന്റുമാരുടെയും പ്രവർത്തനം ശരാശരിക്ക് താഴെയാണെന്ന വിലയിരുത്തലാണ് AICC സെക്രട്ടറിമാരായ PV മോഹനൻ, വിശ്വനാഥ പെരുമാൾ എന്നിവർ അടങ്ങിയ സംഘം നടത്തിയ വിലയിരുത്തൽ. മികവ് പുലർത്താത്ത പലരും പുനഃസംഘടനയിൽ പുറത്തായേക്കും. പോഷക സംഘടനകൾ പലതും നിർജ്ജീവമാണെന്ന വിലയിരുത്തലും ഹൈക്കമാൻഡ് പ്രതിനിധികൾക്കുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കടുത്ത അമർഷമാണ് സമിതി അംഗങ്ങൾ രേഖപ്പെടുത്തിയത്. സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും ചുറ്റിക്കറങ്ങുന്നവരായി യുവ നേതാക്കൾ മാറിയെന്നാണ് വിമർശനം. യൂത്ത് കോൺഗ്രസിന്റെ തകർച്ച കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുകയാണ് എന്നും ഇവർ വിലയിരുത്തുന്നുണ്ട്. KPCC ഭാരവാഹികൾ പലതും പ്രവർത്തന സമിതിയിൽ സജീവമല്ല. സംഘടനാ പ്രവർത്തനത്തെക്കാൾ അധികാരത്തിലും വരുമാന വർധനയിലുമാണ് പലർക്കും താല്പര്യം. നിയമസഭയിൽ സീറ്റ് നേടാനുള്ള പ്രവർത്തനമാണ് പലരും നടത്തുന്നതെന്ന വിമർശനവും പ്രതിനിധികൾ നേതൃത്വവുമായി പങ്കുവച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നേതാക്കളെ സംബന്ധിച്ച റിപ്പോർട്ട് AICC സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് കൈമാറും. പ്രവർത്തനം മോശമായ DCCകളിൽ പുനഃസംഘടന നടപ്പിലാക്കാനായിരുന്നു ആദ്യം KPCC നേതൃയോഗത്തിന്റെ തീരുമാനമുണ്ടായിരുന്നത്. ഇതോടെ പകുതിയോളം ജില്ലാ പ്രസിഡന്റുമാർക്ക് സ്ഥാനം പോകുമെന്ന കാര്യം ഉറപ്പുമായിരുന്നു. പരാതികൾ നേരിടുന്ന DCC പ്രസിഡന്റുമാരെ മാറ്റാനാണ് അന്ന് ആലോചനയുണ്ടായത്. എറണാകുളത്തെയും മലപ്പുറത്തെയും കോഴിക്കോട്, കണ്ണൂർ, വയനാട് തുടങ്ങിയ DCC പ്രസിഡന്റുമാർ ഒഴികെയുള്ളവർക്കെതിരെ ഗൗരവ സ്വഭാവത്തിലുള്ള പരാതികൾ ആദ്യമേ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റായ പാലോടി രവിക്കെതിരെ തിരുവനന്തപുരം ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ പരാതികൾ ഉന്നയിച്ചിരുന്നതും ശ്രദ്ധേയം തന്നെയായിരുന്നു. കാസർഗോഡ് DCC നേതൃത്വം രക്തസാക്ഷികളെ അവഗണിക്കുന്നുവെന്ന് KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പുനഃസംഘടനയിൽ ഇക്കുറി സ്ത്രീകളും വേണമെന്നത് ഒരു വിഭാഗത്തിന്റെ ആവശ്യവുമായിരുന്നു. ഏറ്റവും കുറഞ്ഞത് ഇത്തവണ ഒരാളെയെങ്കിലും ഉൾപ്പെടുത്തിയാൽ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാന് സാധ്യത ഏറുമെന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. KP ശ്രീകുമാറിന്റെ പേരും ആലപ്പുഴയിൽ പരിഗണനയിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്താവട്ടെ K ശബരിനാഥ്, RV രാജേഷ്, ചെമ്പഴന്തി അനിൽ എന്നിവർക്കാണ് പ്രധാന പരിഗണനയുണ്ടായിരുന്നത്. കൊല്ലത്ത് ജ്യോതികുമാർ ചാമക്കാല, സൂരജ് രവി, ശൂര്യനാട് രാജശേഖരൻ എന്നിവരുടെ പേരുകളും പരിഗണിച്ചിരുന്നു. ജോസ് വെള്ളൂരിന് പകരം തൃശൂരിൽ അനിൽ അക്കരെ, ജോസഫ് ടാജറ്റ്, TV ചന്ദ്രമോഹൻ, MP ജാക്സൺ എന്നിവരുടെ പേരുകളാണ് പട്ടികയിലുണ്ടായിരുന്നത്. ജംബോ കമ്മിറ്റി എന്ന ആരോപണം നേരിടുന്ന KPCC സെക്രട്ടറിമാരുടെ പട്ടികയിലും കാര്യമായ അഴിച്ചുപണിയുണ്ടായിരുന്നു. ഗ്രൂപ്പ് പ്രാതിനിധ്യത്തിൽ സ്ഥാനം കിട്ടിയവർ ജോലി ചെയ്തില്ല എന്നായിരുന്നു പാർട്ടിയുടെ കണ്ടെത്തലുണ്ടായിരുന്നത്. പകരം കൂടുതൽ യുവാക്കളെ പാർട്ടി പദവികളിലേക്ക് പരിഗണിക്കുമെന്നായിരുന്നു തീരുമാനം. തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് പ്രവർത്തനം വളരെ മോശമായിരുന്നു എന്നായിരുന്നു പരക്കുകയർന്ന പരാതി. വലിയ പരാതി അധ്യക്ഷനെതിരെ ഉയർന്നിരുന്നു. മറ്റ് ജില്ലകളിലെ അധ്യക്ഷന്മാരെയും പരാജയമാണെന്ന് തന്നെയായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന വിലയിരുത്തൽ. കേന്ദ്ര സംസ്ഥാന സർക്കാർ വിരുദ്ധ വികാരവും രാഹുൽ തരംഗവുമാണ് ഇത്തവണ മികച്ച വിജയം നേടാൻ സഹായിച്ചതെന്ന് പാർട്ടി വിലയിരുത്തിയിരുന്നു. അതിൽ DCC അധ്യക്ഷന്മാർക്ക് വലിയ റോൾ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. വിജയത്തിന്റെ മേനിൽ ഈ DCC പ്രസിഡന്റുമാരെ തുടരാൻ അനുവദിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഫലം തിരിച്ചടിയായി പോകുമെന്ന് പാർട്ടി കരുതിയിരുന്നു. അതിനാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ വിജയം നേരിടാൻ അത് പോരാ എന്ന് നേതൃത്വത്തിന് നന്നായി അറിയാം. ഈ സാഹചര്യത്തിലാണ് അടിയന്തര പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ KPCC DCC തലങ്ങളിൽ അഴിച്ചുപണി വേണമെന്ന് തന്നെയായിരുന്നു കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നവർ മുറവിളി തുടർന്നിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉടനെയുള്ള നീക്കം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ നിലവിലെ സംവിധാനം മതിയാകില്ലെന്ന നിലപാട് പ്രബല വിഭാഗം പോലും വാദിച്ചിരുന്നു. KPCC തലപ്പത്തും 9 DCCകളിലും മാറ്റം വേണമെന്നായിരുന്നു ആവശ്യമുയർന്നത്. പ്രായം, പ്രവർത്തന മികവ്, സാമുദായിക സമവാക്യം എന്നിവ പരിഗണിക്കാതെയാണ് കഴിഞ്ഞ തവണ DCC പ്രസിഡന്റുമാരെ തീരുമാനിച്ചതെന്ന വിമർശനവും കോൺഗ്രസിനുള്ളിൽ സജീവമായിരുന്നു. ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് മുൻതൂക്കമുള്ള കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ ഇതുണ്ടാക്കിയ അസ്വാരസ്യവും ചെറുതല്ലെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു. പ്രസിഡന്റുമാർ നിർജ്ജീവമായ ചില ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ താറുമാറായി എന്ന വിമർശനവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന KPCC തെരഞ്ഞെടുപ്പ് അവലോകന യോഗം എല്ലാ മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിച്ചെങ്കിലും സംഘടനാ വീഴ്ച നേതാക്കളും ചൂണ്ടിക്കാണിച്ചിരുന്നു. എല്ലാ സീറ്റിലും വിജയിച്ചാലും അഴിച്ചുപണി വേണമെന്ന വികാരം ചർച്ചയിലുണ്ടായി. ഉറങ്ങാൻ കള്ളു വരെ കുടിക്കണമെന്നായിരുന്നു MK രാഘവൻ അന്ന് പറഞ്ഞത്. തൃശൂരിൽ 200ഓളം ബൂത്തുകളിൽ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല എന്ന് K മുരളീധരനും തുറന്നടിച്ചിരുന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും 25 മുതൽ 50 വരെ ബൂത്തുകൾ കാര്യക്ഷമമല്ലായിരുന്നു. സർക്കാർ വിരുദ്ധ വികാരമുണ്ടായിരുന്ന വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാനായില്ല തുടങ്ങിയ വിമർശനങ്ങൾ പാർട്ടിയുടെ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടിയിരുന്നത് നേതൃമാറ്റം എന്ന ആവശ്യത്തിലേക്കായിരുന്നു. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ആദ്യ അവസാനം യോഗത്തിൽ പങ്കെടുത്തതിനാലാണ് KPCC പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച പരസ്യമായ ചർച്ച അന്ന് നടക്കാതിരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു എന്ന് അവകാശവാദങ്ങൾ ഉയരുമ്പോഴും കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തിരിച്ചടികളാണ്
നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. DCCകളിലാണെങ്കിൽ കാര്യക്ഷമമായി പ്രവർത്തനം നടന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസിന് തീർത്തും അനുകൂല സാഹചര്യമായിരുന്നിട്ട് പോലും 20 സീറ്റുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല എന്ന പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ കാണേണ്ടതുണ്ട്. അതിനുശേഷം വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തവണകളിലും കോൺഗ്രസിന് വലിയ വിജയം വരിക്കാനായിരുന്നുവെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അമ്പേ പരാജയപ്പെടേണ്ട സാഹചര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പുനഃസംഘടന അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടിയുള്ള ചവിട്ടുപടിയാണ്. കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയരുന്ന പല മുറവിളികൾക്കും ഉടൻ തന്നെ പരിഹാരം കാണാൻ സാധിച്ചില്ല എങ്കിൽ അത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനാണെങ്കിലും കാര്യമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കോൺഗ്രസിന്റെ KPCC അധ്യക്ഷനായ K സുധാകരനെതിരെ വലിയ തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ തലപൊക്കുന്നുണ്ട്. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യവും നടക്കുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിവാദമായി നിൽക്കുന്ന കൂടോത്ര വിവാദവും വലിയ ചർച്ചയിലേക്കും കോൺഗ്രസിന്റെ പ്രതിച്ഛായ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലേക്കും വഴിതെളിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവന്നില്ല എങ്കിൽ അത് കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദേശീയ നേതൃത്വത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസ് അധികാരം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ സാഹചര്യം തീർത്തും വിപരീതമായി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് നന്നേ ക്ഷീണമുണ്ടാക്കും.